ലിംഗനിർണയം സങ്കീർണമായി തീർന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് മനുഷ്യരെ പൂർണ്ണ നഗ്നരായി നിർത്തിയാൽ ഒരു മനുഷ്യനെ എടുക്കുമ്പോൾ അയാളുടെ പുറമെ ഒരു സ്ത്രീ എന്ന് നമുക്ക് തോന്നുമെങ്കിലും ആ സ്ത്രീ ശരീരത്തിൻ്റെ ഉള്ളിൽ പുരുഷ ലൈംഗിക അവയവങ്ങളായ വൃഷണങ്ങൾ ഉണ്ടാവുകയും മറിച്ച് പുറമേന്ന് പുരുഷനെന്ന് തോന്നുമെങ്കിലും ശരീരത്തിനുള്ളിൽ ഓവറി ഉണ്ടാവുകയും ചെയ്യുന്നൊരവസ്ഥ. XX എന്നത് സ്ത്രീ ക്രോമസോമിനെയും XY എന്നത് പുരുഷ ക്രോമസോമിനെയും സൂചിപ്പിക്കുന്ന അതിലെന്തെങ്കിലും ഇപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ടോ സുകന്യ? ആക്ച്വലി ഇത് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ ആദ്യം നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. സെക്ഷുവാലിറ്റി എന്താണ്, ജെൻഡർ എന്താണ്. ഇപ്പോൾ ഈ പറഞ്ഞ പല കാര്യങ്ങളിലും ഇതിൻ്റെ മിക്സപ്പാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ഇപ്പോൾ സെക്ഷുവാലിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിംപ്ലസ്റ്റ് ഫോമിൽ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെക്ഷുവാലിറ്റി ഉള്ളൂ. അതായത് ഒരു തേർഡ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നൊരു സെക്ഷുവാലിറ്റി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ജെൻഡർ എന്ന് പറയുമ്പോൾ എത്രയുണ്ടെന്ന് ഇപ്പോഴും എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല. ഇപ്പം ലേറ്റസ്റ്റ് കണക്കുകൾ വരെ ഓവർ 2000 ഉണ്ട്. ഓവർ 2000 ജെൻഡർ സ്പെക്ട്രത്തിൽ വേരിയേഷൻസ് ഉണ്ട്. നമ്മൾ പൊതുവേ പറയുമ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ എന്നൊരു അംബ്രല്ല ടൈമിലൊക്കെ പറയും. അതിൽ തന്നെ ഒരുപാട് സബ് കാറ്റഗറീസ് ഉണ്ട്. ഒരു എന്താ പറയുക, നമ്മളിപ്പം പറയുമ്പോൾ ഒരു അവസ്ഥകൾ അല്ലെങ്കിൽ പല കാര്യങ്ങൾ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ജെൻഡേഴ്സ് തന്നെയാണ്. ഇപ്പോൾ ഇതിനകത്തൊരു കാര്യമുണ്ട്. യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഇപ്പം നമ്മൾ മെഡിക്കൽ കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ നമ്മൾ WPATH എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ആധികാരികമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ആണെങ്കിൽ പോലും ഇത്തരം മെഡിക്കൽ സിറ്റുവേഷൻസിൽ WPATH ഗൈഡ് ലൈൻസ് ആണ് യൂസ് ചെയ്യുന്നത് മെഡിക്കൽ സിറ്റുവേഷൻസ്. അതല്ലാണ്ട് ഈ പറഞ്ഞ പോലെ മറ്റ് കാറ്റഗറീസിലേക്ക് വരുമ്പോൾ നോൺ മെഡിക്കൽ എന്ന് പറയുന്ന സെക്ടറിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ആര് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് ഒരു ഉത്തരവില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഇത് സംസാര വിഷയമാകുന്നത് ഇപ്പോൾ പാരീസ് ഒളിമ്പിക്സിൽ ഒരു ബോക്സിംഗ് ഇവൻറ്റിനകത്ത് ഒരു ഇമാൻ ഖലീഫ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയറും ഇറ്റലിയുടെ കാരലിൻ എന്ന് പറഞ്ഞൊരു പ്ലെയറും തമ്മിലുള്ള മാച്ച്. കാരലിൻ. അപ്പോൾ അവരുടെ മാച്ചിനകത്ത് ഈ ഇറ്റാലിയൻ പ്ലെയർ വിഡ്രോ ചെയ്തു. 46 സെക്കൻഡ്സ് ആ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് 46 സെക്കൻഡ്സ് വിഡ്രോ ചെയ്തു. കാരണം ഇതിനകത്ത് വരുന്നത് ഈ പ്ലെയറിൻ്റെ ടെസ്റ്റോസ്റ്ററോൺ അളവ് കൂടുതലാണ്. അപ്പം ശരിക്കും ഒരു ഫിസിക്കൽ ഫൈറ്റിനകത്ത് ഒരു പെണ്ണിൻ്റെ മുമ്പിൽ ആണെന്ന് ഇടുന്ന അവസ്ഥയാണ്. അപ്പം അങ്ങനെയല്ലത്. അപ്പം ഇത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം കുറച്ചുകൂടെ ഒന്ന് വ്യക്തമായിട്ട് പറയാം, എന്നിട്ട് ഞാൻ ഇതിൻ്റെ മറുപടി പറയാം. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ അക്യൂസ് ചെയ്യുകയാണെങ്കിൽ ഒളിമ്പിക്സിൻ്റെ ഓർഗനൈസേഴ്സിനെ ഞാൻ അക്യൂസ് ചെയ്യത്തുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല ഇതേക്കുറിച്ചിട്ട്. കാര്യം അവർ ജെൻഡർ വെരിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് നടത്തുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ജെൻഡർ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനമില്ല. ജെൻഡർ ഈസ് സംതിങ് വാട്ട് യു ഡിസൈഡ്. ഞാൻ നമ്മൾ എന്താവണമെന്ന് ആഗ്രഹിക്കുന്നു, ഐ ആം എ വുമൻ, സോ ദാറ്റ് ഈസ് ജെൻഡർ. പക്ഷെ സെക്ഷുവാലിറ്റി ആണ് ഇതുപോലെ വെരിഫൈ ചെയ്യാൻ പറ്റുന്നത്, അതായത് മെയിലോ ഫീമെയിൽ എന്നുള്ള രീതിയിൽ. ജെൻഡറിന് അങ്ങനെ ഒരു വെരിഫിക്കേഷൻ എന്ന് പറയുന്ന സംഭവം. പക്ഷേ ഈ പെൺകുട്ടിയില്ലേ, അല്ല എന്താ അവന്റെ പേര്, ഇമേൻ ഖലീഫ് പെൺകുട്ടിയായിട്ട് ജനിച്ചു വളർന്ന ഒരാളാണ്. പക്ഷെ ആ പെൺകുട്ടിയുടെ ഉള്ളില് XY ക്രോമോസോമാണ്. അല്ല, ഇതിനകത്ത് അത് ഞാൻ മൊത്തം പറഞ്ഞു തരുന്നില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം നമ്മളിപ്പോൾ പറഞ്ഞ ആസ്പെക്ട്, വെരിഫിക്കേഷൻ ആസ്പെക്ട്, അപ്പം ഇവർക്ക് തന്നെ അറിയത്തില്ല, ഒളിമ്പിക് കമ്മിറ്റിക്ക് തന്നെ അറിയത്തില്ല, ഒളിമ്പിക്കിൻ്റെ ഓർഗനൈസേഴ്സിന് തന്നെ അറിയത്തില്ല എന്താണ് ഏത് രീതിയിലുള്ളതാണ് ടെസ്റ്റുകൾ നടത്തേണ്ടത്. ഇപ്പോൾ 2023 ഫെയിലായി എന്ന് പറയുന്നു. ഏത് ടെസ്റ്റിലാണ് ഫെയിലായത്, അതേ ടെസ്റ്റിൽ ഇപ്പോൾ അവർ സക്സസ് ആയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. അവിടെ തന്നെ ഒരു വ്യക്തതക്കുറവുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇവൻ്റ് നടത്തുമ്പോൾ ഇപ്പം നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുന്ന ജെൻഡർ ബേസ്ഡ് ആണെങ്കിൽ അവിടെ ഒരു മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞ് മാത്രമേ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുന്നുള്ളൂ. അപ്പം ബാക്കിയുള്ള ജെൻഡേഴ്സ് എവിടെയാണ് അക്കോമഡേറ്റ് ആവേണ്ടത്? ഫസ്റ്റ് ചോദ്യം. സെക്കൻഡ് ചോദ്യം, നിങ്ങൾ ഇനി സെക്ഷൽ പ്രിഫറൻസ് ആണ് ഇതിന് കൊടുക്കുന്നത്, അതായത് മെയിൽ സെക്ഷൽ അല്ലെങ്കിൽ ഫീമെയിൽ സെക്ഷൽ എന്നുള്ള രീതിയിലാണ് മത്സരങ്ങളെ ഡിവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തിനാണ് അവിടെ ട്രാൻസ്ജെൻഡേഴ്സിനെ പരിഗണിക്കുന്നത്? ബിക്കോസ് അവിടെ ഇത് ഏതെങ്കിലും ഒരു സെക്ഷുവാലിറ്റിയിലേ വരുള്ളൂ. ഇപ്പം ഇത് എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത് ഭയങ്കര ബ്രോഡ് ടൈം, കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജെൻഡർ വൈസ് ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരാൾ സെക്ഷൽ വൈസ് ഒരു മെയിൽ ആവാം, തിരിച്ചു ആവാം. ഇതിൻ്റെ പല വേരിയേഷൻസും വരാം. സോ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻസിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രയോറിറ്റി ക്ലാഷിൽ നിങ്ങൾ എന്താണ് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് എന്നൊരു വ്യക്തമായിട്ടുള്ള നിയമം ഒരിടത്തും ഇല്ല. സോ either they can opt for like
ഒരു കാറ്റഗറിയും കൂടെ ആഡ് ചെയ്യാം. ഒരു ബ്രോഡ് സ്പെക്ട്രത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് കാറ്റഗറി ആഡ് ചെയ്യാം. അപ്പോൾ ഇവർ പറയുന്ന പോലെ ആഡ് ചെയ്യണമെങ്കിൽ അവർ തമ്മിൽ മാത്രമായിരിക്കും മാച്ചസ് വരുന്നത്, അതോ ജനറൽ? ഒബിയസ്ലി അങ്ങനെയാണ് വരേണ്ടത്. കാര്യം ഇപ്പം മിക്സഡ് ഡബിൾസ് പോലെ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ടെന്നീസിൽ കാണുന്നു മിക്സഡ് ഡബിൾസിൽ വരുന്നു, മെയിൽ ഫീമെയിൽ വരുന്നു, അല്ലെങ്കിൽ മെയിൽ വരുന്നു, വാട്ട് എവർ ദേ ക്യാൻ, അതൊന്നും വരാം. അപ്പം നമ്മൾ പറയുകയാണ് ഇപ്പം അതേപോലെ തന്നെ ഇപ്പം മെൻസ് ഹോക്കി, വിമൻസ് ഹോക്കി എന്ന് പറയുന്ന പോലെ. അപ്പോൾ അവിടെ സെക്ഷുവാലിറ്റി തന്നെയാണ് പറയുന്നത്, അല്ലാണ്ട് അവിടെ ജെൻഡർ അല്ല അവർ പറയുന്നത്. സെക്ഷുവാലിറ്റി പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് അവർ ജെൻഡർ വെരിഫിക്കേഷൻ നടത്തുന്നത്? ജെൻഡർ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനമില്ല. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ആ ഒരു സംഭവം അവർ തന്നെ, അവർക്ക് തന്നെ അറിയത്തില്ല ഏത് പ്രയോറിറ്റിയാണ്, ഏത് റൂൾസാണ് അവർ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് വ്യക്തമായിട്ടൊരു ഗൈഡ് ലൈൻ ഇല്ല, അല്ലെങ്കിൽ ഗൈഡ് സെറ്റ് ഇല്ല, ഒന്നുമില്ല. സോ അവിടെ അവരാദ്യം ചെയ്യേണ്ട ഇത്തരം ഒരു കാര്യത്തിലൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തത വരുത്തുക. ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇനി ഇമൈൻ ഖലീഫിൻ്റെ കാര്യത്തിൽ ഞാൻ അവരുടെ ഭാഗത്താണ്. അപ്പോൾ എന്നെ ഒരുപാട് പേര് ക്രൂശിക്കുക. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ അവരുടെ ഒപ്പോണൻറ്റിന് വ്യക്തമായിട്ട് അറിയാം ഈ ബോക്സർ ആരാണെന്നുള്ളത്. അവർ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അവരൊരു ഇമോഷണൽ ക്യാമ്പയിൻ തന്നെയാണ് അവിടെ നടത്തിയിട്ടുള്ളത്. ഓക്കെ, സോ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അവർക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ അവർ ആ റിങ്ങിൽ കയറേണ്ടതിന് ആവശ്യമില്ല. അതിന് മുമ്പേ അവർക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ്. സോ ഒരാളെ അവിടെ പർപ്പസ്ഫുള്ളി തേജോവധം ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചിലപ്പോൾ അവർ അതിനു വേണ്ടിയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഈ ഒളിമ്പിക്സ് കമ്മിറ്റിക്കാർ ഇതൊക്കെ തീരുമാനിക്കണ്ടേ, അതുകൊണ്ടായിരിക്കും. അവർക്ക് റിങ്ങിൽ നിന്ന് ഇറങ്ങി പോകാന്നുണ്ടെങ്കിൽ റിങ്ങിൽ കയറുന്നതിന് മുമ്പ് പോവാം. അവർക്ക് റിങ്ങിൽ നിന്ന് ഇറങ്ങി മാധ്യമങ്ങളെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ റിങ്ങിന് കയറുന്നതിന് മുമ്പ് മാധ്യമങ്ങളെ കാണാം. ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്ന് നോക്കി കഴിഞ്ഞാൽ സൊല്യൂഷൻസ് ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ. ഇപ്പം സുഗന്ധ്യ പറയുന്നതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം 2023 ഇന്ത്യയിൽ വെച്ച് നടന്നൊരു ഗെയിംസ്, ആ ഗെയിംസിലും ഒരു ചൈനയുടെ പ്ലെയർ ഉണ്ട്. അപ്പോൾ അവരെയും അന്നത്തെ ടെസ്റ്റിൽ ഇവിടെ ബാൻ ചെയ്തു, ഡിസ്ക്വാളിഫൈ ചെയ്തു രണ്ടുപേരും. ആ രണ്ടുപേരും ഈ തവണ ഉണ്ട്. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ബാൻ ചെയ്യുമ്പോൾ IOC അതിനെ ആ ബാൻ എടുത്ത് കളഞ്ഞു, ആ ഡിസ്ക്വാളിഫിക്കേഷൻ എടുത്ത് കളഞ്ഞു. സോ അവർക്ക് പിന്നെയും പെർഫോം ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഒരു വ്യക്തത കുറവുണ്ടല്ലോ, ഈ വ്യക്തത കുറവ് തന്നെയാണ് ഇതിന്റെ മെയിൻ കാരണം. ഇപ്പം സുഗന്ധ്യ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, പ്രത്യേകിച്ച് ബോക്സിംഗ് പോലത്തുള്ള ഇവന്റ്സ് ഒപ്പോണന്റ് ആരാണോ അവരുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവർ പ്രീവിയസ് മാച്ചസ് എല്ലാം സ്റ്റഡി ചെയ്തിട്ടാണ് അവർ അതിന്റെ ടാക്ടിക്സ് മെനയുന്നത്. ഏത് സ്പോർട്ടിംഗ് ഇവന്റ് ആണെങ്കിലും, ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും എന്താണ്, ആ ഇവന്റിനനുസരിച്ച് അവരെ ക്രോസ് സ്റ്റഡി നടത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തായാലും ഇത് നടക്കുമെന്നറിയാം, ഇങ്ങനെ സിറ്റുവേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. കാരണം പവർ കൂടുതൽ ചിലപ്പം അവർക്കായിരിക്കും. പക്ഷേ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പം എനിക്ക് സൗത്ത് ആഫ്രിക്കയുടെ സെമന്യ എന്ന് പറഞ്ഞൊരു ഒരു സ്പ്രിൻ്റർ ഉണ്ട്. അവർ മറ്റേ റേസിൽ അവർ ഒത്തിരി തവണ ജയിച്ചിട്ടുണ്ട്. അവിടുത്തെ ഭീകര ഒരു സ്പോർട്സ് പേഴ്സണാണ്. അവരെ വരെ ഈ കാരണം കൊണ്ടാണ്, ഇതിൻ്റെ കാരണത്തിൽ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ പൊതുവെ ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞ് അത് അളവ് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യണം, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള അവർക്കൊരു കുറവുണ്ട്. അല്ല, ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ നമ്മൾ പൊതുവെ ഒരു ബൈനറി കൺസെപ്റ്റിൽ ഒരു വരയിടുന്നു, ഒരറ്റം മെയില് ഒരറ്റം ഫീമെയിൽ, ഇങ്ങനെയാണ് ജെൻഡർ ഇക്വേഷൻ എല്ലാവരും കാണുന്നത്. ശരിക്കും അങ്ങനെയല്ല. ഈ സ്ഥലത്ത് നിന്ന് ഇപ്പുറത്ത് വരെ യാത്ര ചെയ്യുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ട്, ഇപ്പുറത്തുനിന്ന് ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒളിമ്പിക് നടക്കുന്ന പോയിന്റിൽ ഇവർ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ പറഞ്ഞ ചോദ്യം. ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൽ ഹോർമോൺ എന്ന് പറയുന്നത് സ്ത്രീകൾക്കും ഉണ്ട്, ഫീമെയിൽ ഹോർമോൺ എന്ന് പറയുന്നത് പുരുഷന്മാർക്കും ഉണ്ട്. ഇതിൻ്റെ ഒരു ഇംബാലൻസ് എവിടെ സംഭവിക്കും, എപ്പോൾ സംഭവിക്കുമെന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. അതൊരു റിയാലിറ്റിയാണ്. ഇന്ത്യൻ സ്പോർട്സ് അത്ലറ്റ്സിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഇതിനു മുമ്പ് ഒരു ബോക്സർ ഉണ്ടായിരുന്നല്ലോ, പേര് മറന്നുപോയി, മറ്റേ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, പുരുഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിവാദം ഉണ്ടായിരുന്നു ഒരു 2-3 വർഷം മുമ്പ്. ഇവർക്ക് ടെസ്റ്റോസ്റ്റിറോൺ കൂടുതലായിരിക്കും അല്ലേ, മുന്തി നിൽക്കും. ഇപ്പൊ ഈ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അല്ലെങ്കിൽ ഈസ്ട്രജൻ അല്ലെങ്കിൽ ആൻഡ്രജൻ, ഈ ഏത് ടൈപ്പ് സംഭവങ്ങളാണെങ്കിലും ഇതിന്റെ വേരിയേഷൻസ് എപ്പോൾ എങ്ങനെയെന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാവർക്കും സംഭവിക്കാം. ഇപ്പം മൂഡ് സ്വിങ്സ് കൊണ്ട് തന്നെ സംഭവിക്കുന്ന, ഇതുകൊണ്ട് മൂഡ് സ്വിങ്സും സംഭവിക്കാം, മൂഡ് സ്വിങ്സ് കൊണ്ട് തിരിച്ചും സംഭവിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇവർ ഈ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് എന്ത് ഫാക്ടർ കൊണ്ട് ഏത് ഹോർമോൺ എങ്ങോട്ട് നിൽക്കുന്നു എന്ന് വെച്ചിട്ടല്ല അവരുടെ ജെൻഡറോ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിയോ വെരിഫൈ ചെയ്യേണ്ടത്. അതൊക്കെ ഒരു വളരെ പ്രിമിറ്റീവ് മെത്തേഡാണ്. ഇതൊക്കെ ഏത് കാലത്ത് എഴുതി വെച്ചാന്ന് അറിയത്തില്ല.
ബട്ട് ഇങ്ങനെയൊന്നും അല്ല ഒരു മാച്ചിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ കാര്യങ്ങളെയും ഇത് പ്യുവറായിട്ടൊരു എന്താ പറയുക ഒരു ക്യാമ്പയിൻ നടത്തണം എന്ന് ഉദ്ദേശിച്ച് തന്നെ ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇപ്പം ഞാനാണെങ്കിൽ പോലും വെറുതെ ഒരു ചെസ്സ് കളിക്കാൻ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഇരുന്നാൽ പോലും നമ്മൾ അവരെ ജസ്റ്റ് ഒന്ന് പഠിക്കും. അല്ല, ഇതിപ്പോ സെക്ഷൽ ഡിസോർഡർ ആയിട്ടാണ് ഇതിനൊക്കെ സയൻസ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ഒരു കാര്യം പറഞ്ഞു, ഡിസോർഡർ എന്ന് പറഞ്ഞൊരു വാക്ക് ഇപ്പൊ ഇല്ല, ഡിസോർഡർ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. പക്ഷെ ഈ വാർത്തകൾക്കകത്തെല്ലാം പറഞ്ഞിട്ട് DSD ഡിസോർഡർ ആയിട്ടാണ് ഈ ക്യാമ്പയിന്റെ ഭാഗമായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ. ഇപ്പൊ ഇതിനെ വോക്കിസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. വോക്കിസം എന്താണ്? എൻറ്റയർലി ഡിഫറെന്റ് തിങ്സ് ആണ്. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രയോറിറ്റി ക്ലാഷ് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അവർ ബോൺ ആസ് എ ഫീമെയിൽ, അതായത് ഒരു സിസ് ജെൻഡർ നമ്മൾ പറയും, സിസ് ജെൻഡർ വുമൻ, ആൻഡ് ഷീ ത്രൂ ഔട്ട് ഹെർ ലൈഫ് അവർ അങ്ങനെ തന്നെയാണ് ജീവിച്ചിട്ടുള്ളത്. സ്ത്രീ ആയിട്ട് തന്നെയാണ് ജീവിച്ചത്. അവരുടെ ഇഷ്ടം പോലെ ചൈൽഡ്ഹുഡ് ഫോട്ടോസും അവരുടെ ഇതിനു മുമ്പ് ഒരു സംഭവമുണ്ട്. അവർ പറഞ്ഞത് വാർത്തകൾക്കകത്ത് പറഞ്ഞ സാധനമുണ്ട്. അവർ പറഞ്ഞത് അതോറിറ്റി പറഞ്ഞിരിക്കുന്നത് അവരുടെ പാസ്പോർട്ടിൽ അവരെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഫീമെയിൽ ആയിട്ടാണ്. അതിൽ പകരം, കാരണം വേറെ 2 സാധനമുണ്ട്. അവരുടെ നേഷൻ അവരെ ഈ 600 ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. മനസ്സിലായി? അവിടൊക്കെ ഓടിക്കും. ആ രാജ്യക്കാരുടെ കുഴപ്പം കൂടെ ആണെന്നുള്ള രീതിയിലേക്ക് വരും. ഇല്ല, അവിടെ ഒരു കുഴപ്പം കൂടിയുണ്ട്. ഇപ്പൊ പാസ്പോർട്ടിൽ അതായത് നമുക്ക് ആഡ് ചെയ്ത് തരുന്ന ജെൻഡർ ആണോ സെക്ഷ്വാലിറ്റി ആണോ എന്നൊരു ചോദ്യമുണ്ട്. ജെൻഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഫീമെയിൽ ജെൻഡർ തന്നെ കിട്ടുള്ളൂ. ഇപ്പം പാസ്പോർട്ടിൽ എന്താ സെക്സ് നമുക്കിപ്പോൾ ചില ഫോംസിൽ കിട്ടും. അതിൽ സെക്സ് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടാവും. അതിന് 2 കോളം ഉണ്ടാവുള്ളൂ, മെയിൽ ഓർ ഫീമെയിൽ. ബട്ട് ജെൻഡർ എന്ന് പറയുമ്പോൾ അതേഴ്സ് എന്ന് പറഞ്ഞു വെക്കും. അപ്പൊ ഈ അതേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര സംഭവങ്ങൾ വേണമെങ്കിലും സ്പെസിഫൈ ചെയ്ത ഐഡിയ. ഇപ്പം പൊതുവെ എല്ലാവരും അതേഴ്സ് എന്ന് പറഞ്ഞ് വെക്കുന്നതിന് ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ് വെക്കും, പിന്നെ ഒരു അതേഴ്സും വെക്കും, 4മതൊരു അതേഴ്സും വെക്കും. അതൊക്കെ ഓരോ രീതിയിലാണ്. ഇപ്പം ഒരു രാജ്യം ഇപ്പം എൻ്റെ എനിക്കുള്ള പാസ്പോർട്ട് ഫീമെയിൽ തന്നെയാണ്. ഓക്കെ, ഐ ആം ബോൺ ആസ് എ മെയിൽ, പക്ഷെ എൻ്റെ പാസ്പോർട്ട് ഫീമെയിൽ തന്നെയാണ്. അപ്പോൾ എനിക്കത് എങ്ങനെ കിട്ടി? ഞാൻ ലീഗൽ ചാനലിൽ കൂടെ തന്നെയാണ് അത് നേടിയിട്ടുള്ളത്. അല്ലാണ്ട് നമ്മൾ പോയിട്ട് കള്ളത്തരം കാണിച്ചിട്ടൊന്നുമല്ല. ഇവിടെ നിയമമുണ്ട് അതിനായിട്ട്. അപ്പോൾ അതിന് കൃത്യം ഇന്ന കാര്യങ്ങൾ ചെയ്യണം. WPAThiൻ്റെ ഇന്ന ഗൈഡ് ലൈൻസ് ആയിരിക്കും. നിങ്ങൾ ഒരു മെഡിക്കൽ പ്രൊസീജിയറിലൂടെ കടന്നു പോയിട്ടുണ്ടോ, നിങ്ങളൊരു സർജിക്കൽ പ്രൊസീജിയറിലൂടെ കടന്നു പോയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിന് ഇതാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ടത്. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പോലീസ് സർജനെ കൊണ്ട് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന വെരിഫിക്കേഷൻസ് നടത്തിയിട്ട് അതിൻ്റെ റിപ്പോർട്ട്സ് കൊണ്ടുവരണം. ഇങ്ങനെ 100,000 ഫോർമാലിറ്റീസ് ഉണ്ട്. ഇതെല്ലാം കടന്ന് നമ്മൾ ഇതെല്ലാം കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇന്ത്യയിൽ തന്നെ കിട്ടും അടുത്ത ഓപ്പോസിറ്റ് സെക്സിലുള്ള നമ്മൾ പ്രിഫർ ചെയ്യുന്ന ജെൻഡറിലുള്ള പാസ്പോർട്ട്. അപ്പോൾ അതായത് ബേസ്ഡ് ഓൺ സെക്സ് ആണോ ബേസ്ഡ് ഓൺ ജെൻഡർ ആണോ? ഒളിമ്പിക്സ് ആയാലും ഏഷ്യൻ ഗെയിംസ് ആയാലും അല്ല, ഒരു സ്പോർട്സിലേക്ക് വരുമ്പോൾ അതായിരിക്കണം ക്രൈറ്റീരിയ. അവിടെ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ജെൻഡർ അല്ലെങ്കിൽ സെക്സ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ അല്ല വേണ്ടത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ നമ്മൾ വെയിറ്റ് ലിഫ്റ്റിങ്ങിലൊക്കെ കണ്ടിട്ടില്ലേ, 60 കിലോ ആൻഡ് ബിലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെയുള്ള മാനദണ്ഡങ്ങളാക്കണം. ഇപ്പോൾ 2 ഫീമെയിൽ ആണെന്ന് തന്നെ വെച്ചോളൂ, സിസ്റ്റൻ്റെ ഫീമെയിൽ ആണെന്ന് വെച്ചോളൂ. ഒരാൾക്ക് ഭയങ്കര ബോൺ സ്ട്രെങ്ത്തും ഒരാൾക്ക് വീക്ക് ബോൺ സ്ട്രെങ്ത്തും ഉള്ള ഒരാളെ ഇട്ട് കഴിഞ്ഞാൽ ഇതേ തന്നെ ഔട്ട്പുട്ട് വരുള്ളൂ. അപ്പോൾ ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം എന്തെങ്കിലും ഒരു ഇൻഡെക്സ് ബേസ് ചെയ്തിട്ട് വേണം കാറ്റഗറൈസ് ചെയ്യാൻ. അതല്ലാണ്ട് ജെൻഡർ എന്ന് പറയുന്ന സാധനം അവിടെ ലിംഗം കൊണ്ട് ഫൈറ്റ് ചെയ്യേണ്ട എന്താണുള്ളത്? ഒന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ? ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ കുറേ എന്താ പറയുക, സിസ്റ്റമാറ്റിക് അല്ലാതെ കുറേ കാലമായിട്ട് ഫോളോ ചെയ്തു വരുന്നൊരു സിസ്റ്റം ഉണ്ട്. അതിലങ്ങ് പിന്തുടർന്ന് പോകുന്നതാണ്. ഇതിന് കോട്ടം തട്ടുമ്പോഴാണ് ചില ആൾക്കാർക്ക് അത് വോക്കീസുമായിട്ടൊക്കെ തോന്നുന്നത്. ശരിക്കും അങ്ങനെയല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തിനനുസരിച്ച് ഓരോ മാറ്റങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നതാണ്. അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ വേറെ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കും. അതിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ വിഷയത്തിൽ IOC ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റി ഇമേൻ ഖലീഫിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ഇതൊരു ട്രാൻസ്ജെൻഡർ ഇഷ്യൂ അല്ല എന്ന് പറഞ്ഞിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ഇപ്പം അതിൻ്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ള PT ഉഷ ഇടയ്ക്കൊരു വാദം ഉണ്ടായിരുന്നു, അവരുടെ ജെൻഡർ വെരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞിട്ട്. കാരണം ഒരു സമയത്തുണ്ടായിരുന്നു ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കൂടുതലുണ്ട് എന്നൊരു സാധനം പണ്ട് വാർത്തകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പൊ സമ്മതിക്കുമോ? നമ്മുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അത്ലറ്റിനെ നമ്മൾ കളിയാക്കുന്ന പോലെയല്ലേ അത്? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഫാക്ട്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പുകമുറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു സംഭവം പറയാം.
അങ്ങനെയൊന്നുമല്ല, ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടാവും. പിന്നെ അവരത് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്താണ് അവർ ക്ലാരിറ്റി കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ സുഗന്യ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു കാറ്റഗറി തിരിച്ചുള്ള സംഭവത്തിന് സമയം എടുക്കുമായിരിക്കും. കാരണം ഇതൊക്കെ നല്ല പ്രോസസ്സാണ്. അപ്പോൾ എല്ലാവരെയും ചിലപ്പോൾ ആൾക്കാരുടെ എണ്ണം കുറയുമായിരിക്കും. ഇപ്പോൾ ഒരു കാറ്റഗറിക്കകത്ത് ആൾക്കാരുടെ എണ്ണം കുറയും, ഒരു കാറ്റഗറിക്കകത്ത് കൂടുകയൊക്കെ അങ്ങനെ വരാൻ സാധ്യതയില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനൊരു നോട്ടിഫിക്കേഷൻ വരുന്നു, ഈവൻ നിങ്ങൾക്ക് ഇപ്പം പങ്കെടുക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കാറ്റഗറി അല്ലെങ്കിൽ സ്പെഷ്യൽ സെക്ടർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യങ്ങൾ തന്നെ അതിന് മുൻകൈ എടുക്കും. അതിൻ്റെ താഴേക്കുള്ള തട്ടിലേക്കോ അത് പാസ് ഓൺ ചെയ്യും, കണ്ടെത്തേണ്ടവരെ കൃത്യമായിട്ട് കണ്ടെത്തും. അത് രണ്ടാമത്തെ ഒരു കാര്യമാണ്. ഇതിനകത്ത് നമ്മൾ മറ്റൊരു കാര്യം കൂടെ പറയേണ്ടത്, ഈ ഒരു ഇഷ്യൂ ഇത്രയും എന്താ പറയുക ഒരു ബേൺ ഔട്ട് ആവാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ആൾക്കാരുടെ ഒരു മെൻറ്റാലിറ്റിയും കൂടിയാണ്. അല്ലാതെ ഇന്റർനാഷണലി പോലും ഇതൊന്നും ആർക്കും എന്താന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ നമ്മൾ സാധാരണക്കാരിലേക്ക് ഇത് വരാൻ എത്ര കാലം എടുക്കുന്നുള്ളതാണ്. അല്ല, ഇപ്പൊ ഇലോൺ മസ്ക് പോലും ഈ കാര്യത്തെ സപ്പോർട്ട് ചെയ്തിട്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടാമത്തെ ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ആളുകൾക്ക് ഈ ജെൻഡർ സ്പെക്ട്രം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ബേസിക് നോളജ് ഉണ്ടെന്ന് തന്നെയുള്ളൊരു ചോദ്യമുണ്ട്. നമ്മുടെ പുസ്തകങ്ങളിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. മാഗ്ന കാർട്ടയെക്കുറിച്ചൊക്കെ പഠിക്കും. നമ്മളതേക്കുറിച്ച് 1.5 പേജ് 2 പേജ് എസ്സേ ഒക്കെ എഴുതും. ഇതൊക്കെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉപയോഗം വരുന്നുണ്ടോ? പക്ഷേ ജീവിതത്തിൽ ഉപയോഗം വരുന്ന ജെൻഡർ സ്റ്റഡീസ് അല്ലെങ്കിൽ സെക്ഷൽ സ്റ്റഡീസിനെ കുറിച്ച് വരുമ്പോൾ, സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് വരുമ്പോൾ പറയും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ, നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ഒരു എന്താ പറയുക സെക്സ് എഡ്യൂക്കേഷൻ. അതല്ല വേണ്ടത്. കൃത്യമായിട്ട് കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. അതായത് എന്താണ് ഓരോ ജെൻഡർ, എന്താണ് ഒരു സെക്ഷുവാലിറ്റി, ഇതിൻ്റെ മറ്റേ ഇൻ്റർകോഴ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് എല്ലാവരും ഇതിനെ കാണുന്നത്. അങ്ങനെയല്ല പറയുന്നത്. ജെൻഡർ എന്താണ്, സെക്സ് എന്താണ്, ഇതിൻ്റെ വേരിയേഷൻസ് എന്താണ്, ഹൗ ടു അഡ്രസ് എ പേഴ്സൺ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്.